നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശബ്ദത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രീ ഫോൾ ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നമ്മൾ ഫ്രീലി ഫോൾ എന്ന് പറയുന്ന നിലത്തോട് ഇങ്ങനെ വീഴുക. അത് എന്ത് മോഷനാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. എന്ന് വെച്ചാൽ അതിന് എല്ലാ പൊസിഷനിലും ഒരേ ആക്സിലറേഷനാണ്. വിച്ച് മീൻസ് ഒരേ എന്ന് പറയാൻ പറ്റില്ല, ഒരേ രീതിയിലാണ് അതിൻ്റെ ആക്സിലറേഷൻ കൂടി വരിക. സോ ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാഫ് ഓഫ് ദ ഫ്രീലി ഫോൾ. ഇതുപോലെ ഫ്രീലി ഫോൾ ചെയ്യുന്ന ബോഡിയുടെ എന്ത് കണ്ടുപിടിക്കാൻ? വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ നമുക്കിതാ ഇങ്ങനെയാണ് വരിക. സോ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക കേട്ടോ. പഠിച്ചു വെച്ചോളൂ. വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? ഇതുപോലെ നമ്മൾ വരയ്ക്കണം. അടുത്ത നമുക്കൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി വി നമുക്ക് തന്നിട്ടുണ്ട്. വിത്ത് എ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് തുടക്കത്തിൽ തന്നെ ആ വെലോസിറ്റി കൊണ്ട് എറിഞ്ഞു. അപ്പോൾ ഇത് യു ആണ്, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എടുക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് പറഞ്ഞത്. ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ വേർ ദ ബോൾ ഇസ് ത്രോൺ ഇസ് 25 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു. അപ്പോൾ ഈ ഹൈറ്റ്, ഈ ബിൽഡിങ്ങിൻ്റെ ഞാൻ എറിയുന്ന പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് 20 മീറ്റർ ആണുള്ളത്, 25 മീറ്റർ ആണുള്ളത്. ഓക്കെ, എന്താ പറഞ്ഞത്? അതായത് ഗ്രൗണ്ടിൽ നിന്ന് 25 മീറ്റർ അകലെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ മുകളിലോട്ട് കല്ലെറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എത്ര ഹൈറ്റിൽ ഈ ബോൾ മുകളിലോട്ട് ഉയരും? സോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഇതാണ് ഉപയോഗിക്കേണ്ടത്. യു നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഫൈനൽ വെലോസിറ്റി 0 ആണ്. അതായത് ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വി 0 ആയിട്ട് എടുക്കുക. ഈ ഇക്വേഷൻ എടുക്കുക. വിയുടെ അവിടെ 0 ഇട്ട് കൊടുത്തു. യു എന്താണ്? 20 ആണ്. 2 × എ എന്ന് പറഞ്ഞാൽ എന്താ? -10. നിങ്ങൾക്ക് വേണമെങ്കിൽ 9.8 എന്ന് എടുക്കാം കേട്ടോ. ജിയുടെ വാല്യൂ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ജി തന്നെയാണ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമുക്ക് വേണമെങ്കിൽ -10 എടുക്കാം ഓർ -9.8 എടുക്കാം. ഓക്കെ, അപ്പോൾ യൂഷ്വലി ചെയ്തിട്ട് കാണുന്നത് 9.8 ആണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സോ നമുക്ക് ആ എയുടെ -10 അല്ല ഉണ്ടാവുക, അത് നെഗറ്റീവ് ഞാൻ ഇവിടെ കൊടുത്തു. 2 × ആക്സലേഷൻ 10 എന്ന് എടുത്തു. എസ് നമുക്ക് കണ്ടുപിടിക്കണം, എത്ര ഹൈറ്റ് ഇത് മുകളിലോട്ട് പോകുന്നു. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ -2 × 10 എന്താ? -20s. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ +20s = 20². സോ S = എന്താണ്? ഇവിടെ ഒരു 20, ഇവിടെ 2 20, ഒരു 20 ഇവിടുത്തെ 20 ക്യാൻസൽ ചെയ്താൽ S = 20 മീറ്റർ. സിമ്പിൾ. 20 മീറ്റർ ആ ബോൾ മുകളിലോട്ട് ഉയരും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ് ദ ഗ്രൗണ്ട്? എത്ര സമയം ഈ ബോള്, എത്ര ടൈം എടുത്തിട്ടാണ് ആ ബോൾ ഗ്രൗണ്ടിന് ഹിറ്റ് ചെയ്യാൻ ഇടിക്കുക? അതായത് ഇടിക്കാൻ പറയാൻ പറ്റില്ല, ഒരു ബോൾ എറിഞ്ഞു, മോളിൽ പോയിട്ട് എപ്പോഴാണ്, എത്ര ടൈം എടുത്തിട്ടാണ് അത് നിലത്തോട്ട് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതുപോലെ ചെയ്യുക എല്ലാവരും. ദെൻ നമുക്ക് ഇതുപോലെ ടൈമൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇതുപോലെ എത്ര ഹൈറ്റ് പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക. ഇനി സപ്പോസ് നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലെ ടൈം കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? S = ut + ½ at². ഹിയർ നമുക്ക് യു കിട്ടി, എസ് നമുക്ക് കിട്ടി. എത്രയെന്ന് നമുക്ക് കിട്ടി? -25 നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ 25 ആയി തന്നിട്ടുണ്ട്. താഴത്തോട്ടായ കാരണം നെഗറ്റീവ് എടുത്തു. ആക്സിലറേഷൻ -10. ഇനി എന്ത് ചെയ്യുക? സിമ്പിൾ, അതിലിട്ട് കൊടുക്കുക. ടി നമുക്ക് അറിയില്ല, ബാക്കി എല്ലാം ഇട്ട് കൊടുക്കുക. എസ് -25 ആണ്. യു എന്താണ്? നമുക്ക് 20 എന്നാണ് ഇനീഷ്യൽ വെലോസിറ്റി. × ടി നമുക്കറിയില്ല, ½ അതുപോലെ ഇട്ട് കൊടുത്തു. എ ടി എന്ന് കൊടുത്തു. ഈ എ എന്ന് പറഞ്ഞാൽ എന്താ? -10 ആണ് കേട്ടോ. ആ നെഗറ്റീവ് ആണ് എന്താ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ T² നമുക്കറിയില്ല, അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ കിട്ടുക? അതായത് -25 20 × ടി എന്താ? 20t -10ൻ്റെ ½ എന്ന് പറഞ്ഞാൽ എന്താ? 5 അല്ലേ? 5t² കണ്ട, ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. അപ്പോൾ -5t² + 5t² ആവും. +20t എന്താവും? -20t ആവും. ഇവിടെ ഓൾറെഡി -25 ഉണ്ട്. =0 എന്ന് കൊടുക്കുക. ഈ ഒരു രൂപത്തിലായി. ഇതെന്ന് പറയുന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല? ഇതിനൊക്കെ 5 ഉണ്ട്. 20 ഇതിലൊക്കെ നമുക്ക് 5 ഉണ്ട് അല്ലേ? 5 നിന്ന് നമുക്ക് 5 എടുത്താൽ എന്താ വരിക? 1. 20 നമുക്ക് ഇതിനൊക്കെ കോമൺ ആയിട്ട്, അതായത് 5t² -20t -25 ഇങ്ങനെയല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെല്ലാത്തിലും 5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഇവിടുന്ന് ഈ 5 നിന്ന് 5 പോയാൽ വെറും t² ആവും. 20/5 എന്താണ്? 4. ഓക്കെ, -4t
-25/5 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി? t² - 40 - 5. ഇനി ഈ 5 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് 0 ആയിട്ട് പോകും. ഇവിടെ 5 ഇൻറ്റു അല്ലേ, ആ ഇൻറ്റു 5 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5 ആയിണ്ടാവും. 0/5 എന്ന് പറഞ്ഞാൽ 0 എന്നല്ലേ. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇവിടെ വരെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇക്വേഷൻ ഏത് അതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഫോമിൽ നമുക്ക് കിട്ടും. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. നിങ്ങൾക്കിത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എയുടെ വാല്യൂ എന്താ ഇവിടെ? എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂ 1, ബി എന്താണ്? -4, സി -5. ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഇനി അതറിയാത്തവർ എന്ത് ചെയ്യുക? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, -b ± √b² - 4ac/2a. നിങ്ങൾ 10th പഠിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ABC ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും. സോ ഇതാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യും? ഒരു ഫ്രീലി ഫോളിങ് ബോഡിയാണ്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, ടൈം എത്ര എടുത്തു, റേഞ്ച്, അതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനായിട്ട് ഏതൊക്കെ ഇക്വേഷൻസ് ഉപയോഗിക്കുക എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.